റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന് എതിരെ ശക്തമായ പ്രതിഷേധത്തിന് തിരികൊളുത്തിയാണ് എംപിമാർക്ക് 4.2% ശമ്പള വർധന നൽകാൻ രാഷ്ട്രീയ നീക്കം നടക്കുന്നത്. അതേവർഷം അടുത്ത വർഷത്തേക്ക് നഴ്സുമാർക്കും അധ്യാപകർക്കും 2.8% ശമ്പള വർധനവ് മാത്രം മതിയെന്നാണ് മന്ത്രിമാരുടെ നിലപാട്. NHS, വിദ്യാഭ്യാസ പൊതുമേഖലാ ജീവനക്കാർക്ക് ഗവൺമെന്റ് നിർദ്ദേശിച്ച ശമ്പള വർധനവ് സംബന്ധിച്ച് യൂണിയനുകളിൽ നിന്നും കീർ സ്റ്റാർമർ സമരഭീഷണി നേരിടുന്നതിനിടെയാണ് രാഷ്ട്രീയക്കാർക്ക് ഉയർന്ന തോതിൽ ശമ്പള വർധനയ്ക്ക് ശ്രമം തുടങ്ങിയത്. 4.2% നിരക്ക് നിശ്ചയിച്ചാൽ ഇത് യൂണിയനുകളുടെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കും. ഈ വർഷം 5.5% ശമ്പള വർധന ലഭിച്ച എംപിമാർക്ക് 91,346 പൗണ്ടാണ് ശമ്പളം. ഇൻഡിപെൻഡന്റ് പാർലമെന്ററി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയാണ് രാഷ്ട്രീയക്കാരുടെ ശമ്പളം നിയന്ത്രിക്കുന്നത്. അതേസമയം അടുത്ത വർഷം നഴ്സുമാർ ഉൾപ്പെടെ പൊതുമേഖലാ ജീവനക്കാർക്ക് 2.8% ശമ്പള വർധന മതിയെന്നാണ് ലേബർ ഗവൺമെന്റ് പേ റിവ്യൂ ബോഡികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതിനെതിരെ സമരങ്ങൾ നടത്തുമെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലേബർ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ തന്നെ ബിസിനസ്സുകൾക്ക് മേൽ ചുമത്തിയ അധിക ഭാരങ്ങളുടെ പ്രത്യാഘാതം കൂടുതൽ വ്യക്തമാകുന്നുവെന്ന് സൂചന. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ആദ്യമായി UK ബിസിനസ്സുകൾ ജീവനക്കാരുടെ എണ്ണം അതിവേഗത്തിൽ വെട്ടിക്കുറയ്ക്കുന്നുവെന്നതാണ് സ്ഥിതി. ട്രഷറിയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും സജീവമായി നിരീക്ഷിക്കുന്ന പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് സർവേയിലാണ് ഡിസംബറിൽ എംപ്ലോയ്മെന്റ് ലെവൽ കുത്തനെ താഴ്ന്നതായി വ്യക്തമാകുന്നത്. കൊറോണ വൈറസ് മഹാമാരിയുടെ കാലം ഒഴിവാക്കിയാൽ 2009 ശേഷമുള്ള അതിവേഗ വെട്ടിച്ചുരുക്കലാണ് ഇത്. 650 നിർമ്മാതാക്കൾക്കും 650 സർവീസ് സെക്ടർ കമ്പനികൾക്കുമിടയിൽ നടത്തിയ സർവേയിൽ ഡിമാൻഡ് മയപ്പെടുന്നതും എംപ്ലോയ്മെന്റ് ചെലവ് ഉയരുന്നതും ലാഭവിഹിതം കുറയുന്നതും ചേർന്നാണ് സ്വകാര്യ മേഖലയിൽ ആളെ കുറയ്ക്കുന്നതിലേക്ക് നയിക്കുന്നതെന്ന് സർവേ വ്യക്തമാക്കുന്നു. ലണ്ടനിൽ പാകിസ്ഥാൻ വംശജയായ പെൺകുട്ടി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി മരിച്ച സംഭവത്തിൽ പിതാവിനും രണ്ടാനമ്മയ്ക്കും UK കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 10 വയസ്സുകാരിയായ സാറ ഷെരീഫിന്റെ കൊലപാതകത്തിലാണ് പിതാവ് ഉർഫാൻ ഷെരീഫ്, രണ്ടാനമ്മ ബിനാഷ ബട്ടൂൽ എന്നിവരെ ലണ്ടൻ ഓൾഡ് ബെയ്ലി കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഉർഫാന് 40 വർഷവും ബിനാഷയ്ക്ക് 33 വർഷവുമാണ് തടവ് ശിക്ഷ. 6 വയസ്സ് മുതൽ സാറ ഷെരീഫിനെ ഇരുവരും ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വർഷങ്ങളോളം നീണ്ടുനിന്ന മർദ്ദനമാണ് കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. പ്രതികൾ വിചാരണ വേളയിൽ പോലും പശ്ചാത്താപം കാണിച്ചില്ലെന്നും ശിക്ഷാവിധിയിൽ ജഡ്ജി ജോൺ കവാനി അഭിപ്രായപ്പെട്ടു. ഇരുമ്പ് ദണ്ടും ക്രിക്കറ്റ് ബാറ്റും കൊണ്ടാണ് പ്രതികൾ സാറയെ മർദ്ദിച്ചിരുന്നത്. ശുചിമുറി ഉപയോഗിക്കുന്നതിൽ നിന്ന് പെൺകുട്ടിയെ തടഞ്ഞിരുന്നതായും വിധിയിൽ പറയുന്നു. 2023 ഓഗസ്റ്റിലാണ് ഒഴിഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ സാറയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ സാറയുടെ ദേഹത്ത് 71 മുറിവുകളാണ് കണ്ടെത്തിയത്. സാറയുടെ 25 എല്ലുകൾക്ക് ഒടിവുകൾ സംഭവിച്ചിരുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. ഇനി നാട്ടിലെ വാർത്തകൾ. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സ്ത്രീയുടെ മകന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച് ആശുപത്രി. ഹൈദരാബാദ് സ്വദേശിയായ ഷീനേജിന്റെ മസ്തിഷ്ക മരണമാണ് സ്ഥിരീകരിച്ചത്. തിരക്കിൽപ്പെട്ട് പരിക്കേറ്റ കുട്ടി അപകടശേഷം പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു. ഹൈദരാബാദ് കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്രീതേജ്. ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണറാണ് വിവരം പുറത്തുവിട്ടത്. കുട്ടിയുടെ അമ്മ രേവതി മരിച്ചതിനെ തുടർന്ന് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നഗരത്തിലെ സന്ധ്യ തിയേറ്ററിൽ ഡിസംബർ 4 അല്ലു അർജുൻ എത്തിയതിനെ തുടർന്നുണ്ടായ തിരക്കിൽപ്പെട്ടാണ് ദുരന്തം ഉണ്ടായത്. തുടർച്ചയായ 3-ാം ദിവസവും ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ പ്രവാഹം. 18-ാം പടി കയറാനുള്ള കാത്തുനിൽപ്പ് 6 മുതൽ 7 മണിക്കൂർ വരെ നീളുന്നു. പുലർച്ചെ പടി കയറാനുള്ള ക്യൂ ശരംകുത്തിയും പിന്നിട്ട് മരക്കൂട്ടത്തിന് സമീപം വരെ നീണ്ടു. മരക്കൂട്ടം മുതൽ തീർത്ഥാടകരെ തടഞ്ഞു നിർത്തി ചെറിയ സംഘമായാണ് കടത്തിവിടുന്നത്. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപ്തി കുറിച്ച് 26-ന് മണ്ഡലപൂജ നടക്കും. ഉച്ചയ്ക്ക് 12-നും 12:30-നും മധ്യേ അയ്യപ്പസ്വാമിക്ക് തങ്ക അങ്കിച്ചാർത്തി മണ്ഡലപൂജ നടക്കും. അന്ന് രാത്രി നടയടയ്ക്കും. തന്ത്രിമാരായ കണ്ഠർ രാജീവർ, കണ്ഠർ ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് മണ്ഡലപൂജ. അന്ന് പുലർച്ചെ 3:30 മുതൽ 11 വരെ മാത്രമാണ് നെയ്യഭിഷേകം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാനുള്ള അവസാന നീക്കങ്ങളിലേക്ക് കടന്ന് കേന്ദ്ര സർക്കാർ. ഒരേ സമയം ലോക്സഭ, സംസ്ഥാന, നിയമസഭ, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്ന ആശയം നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞു. പല സമയങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ചെലവുകൾ കുറയ്ക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചതോടെ നിയമം നടപ്പിലാക്കാനുള്ള അവസാന നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. 2029 രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനാകുമെന്നാണ് സമിതിയുടെ ശുപാർശ. ആദ്യഘട്ടത്തിൽ ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാകും. അടുത്ത ഘട്ടത്തിൽ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കാൻ സാധിക്കൂ. ഇതിനായി പൊതുവോട്ടർ പട്ടിക തയ്യാറാക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഡിസംബർ മാസത്തെ ഭണ്ഡാരവെണ്ണലിൽ ലഭിച്ചത് 4,98,14,314 രൂപ. 1.795 കിലോഗ്രാം സ്വർണവും ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ചു. 9.980 കിലോഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 20 നോട്ടുകളും നിരോധിച്ച 1000 രൂപയുടെ 6ഉം 500ന്റെ 38 കറൻസിയും ലഭിച്ചു.
ഇനി സ്പോർട്സ് വാർത്തകൾ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് തുടർച്ചയായ രണ്ടാം വിജയം. കഴിഞ്ഞ ദിവസം ഫൈനൽ റൗണ്ടിലെ രണ്ടാം മത്സരത്തിൽ മേഘാലയയെ നേരിട്ട കേരളം എതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ചു. ആദ്യ മത്സരത്തിൽ കേരളം ഗോവയെയും തോൽപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരായ ഗാബ ടെസ്റ്റ് മത്സരത്തിൽ തകർപ്പൻ റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ. ഓസ്ട്രേലിയൻ മണ്ണിൽ ഏറ്റവും അധികം ടെസ്റ്റ് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമായി മാറാൻ ബുംറയ്ക്ക് മത്സരത്തിൽ സാധിച്ചു. മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയതോടെയാണ് ബുംറ ഈ റെക്കോർഡിൽ മുൻപിലെത്തിയത്. ഇന്ത്യയുടെ ഇതിഹാസ താരം കപിൽ ദേവിനെ മറികടന്നാണ് ബുംറ ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമായി മാറിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.89 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.